So dear students, we can start the next portion, transcription. Molecular base of inheritance അടുത്ത ഭാഗമാണ് transcription. And central dogma of molecular biology second process. First process replication ആയിരുന്നു, അത് നമ്മൾ കണ്ടു. Second process ആണ് transcription. So what is transcription? It is the process of copying genetic information from one strand of DNA into RNA. അപ്പോൾ DNA-ലുള്ള genetic informations RNA-ലേക്ക് കോപ്പി ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഹിയർ അഡിനിൻ ഫോംസ് ബേസ് പെയർ വിത്ത് യുറാസിൽ ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ. അറിയാം കാരണം എന്തായിരിക്കും? DNA-ന്ന് RNA-ലേക്കാണ് കോപ്പി ചെയ്യുന്നത്. അപ്പം പെയർ ഫോം ചെയ്യുമ്പോൾ അഡിനിൻ യുറാസിലായിട്ടാണ് പെയർ ഫോം ചെയ്യുക, തൈമിനായിട്ടല്ല. ബിക്കോസ് യുറാസിൽ ഈസ് പ്രസൻറ്റ് ഓൺലി ഇൻ RNA ആൻഡ് തൈമിൻ ഈസ് ആബ്സെൻറ്റ് ഇൻ RNA. Here the enzyme that helps for this process is DNA-dependent RNA polymerase. DNA-dependent RNA polymerase, which catalyzes polymerization only in 5' to 3' direction. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഈ DNA-dependent RNA polymerase എന്ന എൻസൈമിനെ polymerization process catalyze ചെയ്യാൻ പറ്റുള്ളൂ. 3' to 5' acts as template strand and 5' to 3' acts as coding strand. DNA-യുടെ രണ്ട് സ്ട്രാൻഡിൽ രണ്ട് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി ഓപ്പോസിറ്റ് ആണ് നമ്മൾ പഠിച്ചു. ഒരു സ്ട്രാൻഡ് 3' to 5' ആണെങ്കിൽ നെക്സ്റ്റ് സ്ട്രാൻഡ്സ് പൊളാരിറ്റി വിൽ ബി 5' to 3'. അപ്പോൾ ഒരു സ്ട്രാൻഡ് 3' to 5' സ്ട്രാൻഡ് എപ്പോഴും ടെംപ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് ഓപ്പോസിറ്റ് സ്ട്രാൻഡ് അതായത് 5' to 3' സ്ട്രാൻഡ് കോഡിംഗ് സ്ട്രാൻഡായിട്ടും ആക്ട് ചെയ്യുന്നു. അപ്പോൾ DNA-യുടെ രണ്ട് സ്ട്രാൻഡിൽ ഒന്ന് ടെംപ്ലേറ്റ് സ്ട്രാൻഡാണ്, ഒന്ന് കോഡിംഗ് സ്ട്രാൻഡാണ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 3' to 5'. കോഡിംഗ് സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 5' to 3'. ഡയഗ്രാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ഒരു എൻഡിൽ 5' ഇതിൻ്റെ 3'. അപ്പോൾ ഇത് 5' to 3' സ്ട്രാൻഡാണ്. നെക്സ്റ്റ് സ്ട്രാൻഡ് 3' to 5' സ്ട്രാൻഡാണ്. അപ്പോൾ ഇതിൽ ഈ സ്ട്രാൻഡാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. 5' to 3' എന്ന് പറയുന്നത് കോഡിംഗ് സ്ട്രാൻഡാണ്. By helping enzyme RNA polymerase. Both strands are not copied during transcription. അപ്പോൾ DNA-യുടെ രണ്ട് ചെയിൻസ് ഉണ്ടെങ്കിലും രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ടെങ്കിലും രണ്ട് സ്ട്രാൻഡ്സും ട്രാൻസ്ക്രിപ്ഷൻ സമയത്ത് കോപ്പി ചെയ്യപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്തായിരിക്കും? വാട്ട് ഇസ് ദ റീസൺ? ഫസ്റ്റ് റീസൺ ആണ് ദ കോഡ് ഫോർ പ്രോട്ടീൻസ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ബോത്ത് സ്ട്രാൻഡ്സ്. രണ്ട് സ്ട്രാൻഡുകളിലും കോഡുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഒരു സ്ട്രാൻഡിൽ അഡിനിൻ ആണെങ്കിൽ അടുത്ത സ്ട്രാൻഡിൽ തൈമിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ കോഡുകൾ ഡിഫറെൻ്റ് ആയിരിക്കും. ദിസ് കോംപ്ലിക്കേറ്റ്സ് ട്രാൻസ്ലേഷൻ. അപ്പോൾ രണ്ട് സ്ട്രാൻഡും കോപ്പി ചെയ്താൽ അവിടെ ട്രാൻസ്ലേഷൻ പ്രോസസ്സ്, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ RNA-ന്ന് പ്രോട്ടീൻ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും. ദെൻ സെക്കൻഡ് റീസൺ ഇതാണ്, ഇഫ് 2 RNA മോളിക്യൂൾസ് ആർ പ്രൊഡ്യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ രണ്ട് DNA സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെടാത്തതിൻ്റെ കാരണമാണ് പറയുന്നത്. ഒരു കാരണം പറഞ്ഞു, രണ്ടിൻ്റെയും കോഡ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആവും. രണ്ടാമത്തെ റീസണാണ് പറയുന്നത്, രണ്ട് സ്ട്രാൻഡും കോപ്പി ചെയ്യപ്പെട്ടാൽ അവിടെ രണ്ട് RNA മോളിക്യൂൾ ഉണ്ടാവാനുള്ള ഒരേ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഈ രണ്ട് RNA മോളിക്യൂൾ എങ്ങനെയായിരിക്കും? കോംപ്ലിമെൻ്ററി ആയിരിക്കും. DNA-യുടെ രണ്ട് ചെയിൻ പോലെ തന്നെ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള രണ്ട് RNA വന്നാൽ അവിടെ RNAs ആ രണ്ട് സ്ട്രാൻഡും കൂടി ജോയിൻ ചെയ്തൊരു ഡബിൾ സ്റ്റാൻഡേർഡ് RNA ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് അവിടെ നടക്കില്ല. സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNA-ന് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ ദീസ് ആർ ദ ടു റീസൺസ് വൈ ബോത്ത് സ്ട്രാൻഡ്സ് ആർ നോട്ട് കോപ്പി ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ. രണ്ട് റീസൺസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. തന്നെ ഇവിടെ പ്രോസസ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. രണ്ട് DNA-യുടെ രണ്ട് സ്ട്രാൻഡാണ്, 3' to 5'. അതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഈ ടെംപ്ലേറ്റ് സ്ട്രാൻഡിന് അനുസരിച്ചാണ് ഇവിടെ RNA ഉണ്ടാവുക. അടുത്ത സ്ട്രാൻഡ് 5' to 3' ആണ്, അത് കോഡിംഗ് സ്ട്രാൻഡാണ്. അപ്പോൾ ഇതിനനുസരിച്ചാണ് RNA ഉണ്ടാവുന്നത്. നോക്കിക്കോ, അഡിനിൻ ആണെങ്കിൽ ഇവിടെ തൈമിനാണ് വേണ്ടത്, പക്ഷേ RNA-യിൽ തൈമിൻ ഇല്ല, പകരം യുറാസിലാണ്. അഡിനിൻ യുറാസിൽ, തൈമിൻ നേരെ പെയർ വരുന്നത് അഡിനിൻ, ഗ്വാനിൻ്റെ പേര് സൈറ്റോസിൻ, സൈറ്റോസിൻ്റെ പേര് ഗ്വാനിൻ. ഫസ്റ്റ് ഗ്രീൻ കളറിലുള്ളതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. അതിനനുസരിച്ചാണ് RNA ഉണ്ടാവുക. കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് കോഡ് ചെയ്യാത്ത സ്ട്രാൻഡാണ്. കോഡ് ചെയ്യാത്ത സ്ട്രാൻഡിനെയാണ് കോഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് രണ്ടും DNA ഈ സ്ട്രാൻഡിനെ വലുതാക്കി കാണിച്ചിരിക്കുന്നു. അതനുസരിച്ച് ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ് കഴിയുമ്പോഴും ഉണ്ടാവുന്ന മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എമ്മിനെ മെസ്സഞ്ചർ എന്നാണ് പറയുക. മെസ്സഞ്ചറിൻ്റെ ഷോർട്ട് ഫോമാണ് എം, മെസ്സഞ്ചർ RNA. അപ്പോൾ ഇവിടുത്തെ ഇതനുസരിച്ച് ഉണ്ടാവുന്നത് മെസ്സഞ്ചർ RNA ആണ്. Then it is a segment of DNA between the sites of initiation and termination of transcription. DNAയുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിനെയാണ് പഠിക്കുന്നത്. അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്? സെഗ്മെന്റ് ഓഫ് DNA ബിറ്റ്വീൻ ഇനീഷ്യേഷനും ടെർമിനേഷനും. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഇനീഷ്യേഷൻ എന്ന് പറയുന്നു, ആ പ്രോസസ്സ് എൻഡ് ചെയ്യുന്നതിന് ടെർമിനേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിൻ്റെ തുടക്കവും അവസാനവും അതിൻ്റെ ഇടയിൽ വരുന്ന ആ പീസ്, ആ സെഗ്മെന്റ് ഓഫ് DNAനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുക. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ 3 റീജിയൻസ് ഉണ്ട്. പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ. ഡയഗ്രാം നോക്കിയാൽ നമുക്ക് അറിയാം, പ്രൊമോട്ടർ ഉണ്ട് ഇവിടെ, ദെൻ സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ലാസ്റ്റിൽ ടെർമിനേറ്റർ ഉണ്ട്. ദെൻ വാട്ട് ഈസ് എ പ്രൊമോട്ടർ? ബൈൻഡിങ് സൈറ്റ് ഫോർ RNA പോളിമറൈസ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സിന് സഹായിക്കുന്ന എൻസൈം RNA പോളിമറൈസ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റാണ് പ്രൊമോട്ടർ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ടുവേർഡ്സ് 5' എൻഡ്. അപ്പോൾ 5' എൻഡിലാണ് ലൊക്കേറ്റ് ചെയ്യുക. ഇത് 5' 3' എന്നിവിടെ പറയുന്നത് കോഡിംഗ് സ്റ്റാൻഡിനെ അനുസരിച്ചാണ്. കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. കോഡിംഗ് സ്റ്റാൻഡിൻ്റെ 5' എൻഡിലാണ് എന്തുണ്ടാവുക? പ്രൊമോട്ടർ ഉണ്ടാവുക. ദെൻ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നതായിരിക്കും റീജിയൻ ബിറ്റ്വീൻ പ്രൊമോട്ടർ ആൻഡ് ടെർമിനേറ്റർ. പ്രൊമോട്ടർ ഇവിടെയുണ്ട്, ടെർമിനേറ്റർ ഇവിടെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ പോർഷനാണ് സ്ട്രക്ചറൽ ജീൻ. അവിടെയാണ് ആക്ച്വലി ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അപ്പോൾ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5' എൻഡിൽ കാണുന്നത് പ്രൊമോട്ടർ, 3' എൻഡിൽ കാണുന്നത് ടെർമിനേറ്റർ. കോഡിംഗ് സ്റ്റാൻഡിൻ്റെ 5' എൻഡിലും കോഡിംഗ് സ്റ്റാൻഡിൻ്റെ 3' എൻഡിലാണ് ഇത് കാണുക. സ്ട്രക്ചറൽ ജീൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിലും ഇടയിൽ കാണുന്ന ആ ഭാഗം സെഗ്മെൻ്റാണ് സ്ട്രക്ചറൽ ജീൻ. ആക്ച്വൽ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് സ്ട്രക്ചറൽ ജീനിലാണ്. ദെൻ വാട്ട് ഇസ് എ ടെർമിനേറ്റർ? ദ സൈറ്റ് വേർ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്സ്. എവിടെയാണോ ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ് എൻഡ് ചെയ്യുക അതാണ് ടെർമിനേറ്റർ എന്ന് പറയുന്നത്. അത് കോഡിംഗ് സ്റ്റാൻഡിൻ്റെ 3' എൻഡിലാണ് കാണുക, 3' എൻഡിൽ. അപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡിൻ്റെയൊക്കെ പേര് ഇവിടെ എഴുതിയിട്ട് വായിച്ചു നോക്കിയാൽ അറിയാം. കോഡിംഗ് സ്റ്റാൻഡിൻ്റെ 3' എൻഡിൽ കാണുന്നത് ടെർമിനേറ്റർ, കോഡിംഗ് സ്റ്റാൻഡിൻ്റെ 5' എൻഡിൽ കാണുന്നത് പ്രൊമോട്ടർ. അപ്പോൾ ദിസ് ഈസ് ദ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ വേണ്ട 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ. അതിൻ്റെ ഒരു സ്കീമാറ്റിക് സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്, റെപ്രസെൻറ്റേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഡയഗ്രാം. Then what is gene? എന്താണെന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചതാണ്. ജീൻ ഈസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇറ്റ് ഈസ് ദ DNA സീക്വൻസ് കോഡിംഗ് ഫോർ ആൻ RNA. RNAക്ക് കോഡ് ചെയ്യുന്ന DNAയുടെ ആ സീക്വൻസിനെയാണ് ജീൻ എന്ന് പറയുന്നത്. സിസ്ട്രോൺ, പുതിയൊരു ടേമാണ് സിസ്ട്രോൺ, is a segment of DNA coding for a polypeptide during protein synthesis. ഒരു പോളിപെപ്റ്റൈഡിന് കോഡ് ചെയ്യുന്ന DNAയുടെ ഭാഗത്തിനെയാണ് സിസ്ട്രോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് എലമെന്റ് ഓഫ് എ ജീൻ. ഒരു ജീനിൻ്റെ ഏറ്റവും വലിയ ഭാഗം സിസ്ട്രോൺ ആണ്. അപ്പോൾ ഒരു സിസ്ട്രോണിൽ നിന്ന് ഉണ്ടാവുന്നത് ഒരു പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ആണ് ഉണ്ടാവുക. ദെൻ സ്ട്രക്ചറൽ ജീൻ ഇൻ എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് 2 types. അപ്പം പ്രൊമോട്ടറിൻ്റെയും ടെർമിനേറ്ററിൻ്റെയും ഇടയിൽ വരുന്ന ആ ഭാഗത്തിനെയാണ് സ്ട്രക്ചറൽ ജീൻ എന്ന് പറയുന്നത്. അവിടെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക. ഈ സ്ട്രക്ചറൽ ജീന് 2 തരത്തിലുണ്ട്. മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ജീൻസ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് സീൻ ഇൻ യൂകാരിയോട്സ്. യൂകാരിയോട്സിലാണ് മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ. അവിടെ സിസ്ട്രോൺ ഒന്നേ ഉണ്ടാവുള്ളൂ. ഹിയർ ദ കോഡിംഗ് സീക്വൻസസ് ആർ ഇൻ്ററപ്റ്റഡ് ബൈ ഇൻട്രോൺസ്. കോഡിംഗ് സീക്വൻസിനെ എക്സോൺസ് എന്നും അതിൻ്റെ ഇടയിൽ വരുന്ന ഇൻ്ററപ്റ്റഡ് ആയിട്ട് സീക്വൻസ് ഇടയിൽ വരുന്ന കോഡിംഗ് സീക്വൻസസിൻ്റെ ഇടയിൽ വരുന്ന സീക്വൻസസിനെ ഇൻട്രോൺസ് എന്നും പറയുന്നു. അത് ഇൻ്റർവീനിങ് സീക്വൻസ് എന്നോ അല്ലെങ്കിൽ ഇൻട്രോൺസ് എന്നോ പറയാം. അപ്പോൾ കോഡ് ചെയ്യുന്ന സീക്വൻസ് എക്സോൺ. ഈ എക്സോണിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ടാവും? ഇൻ്റർവീനിങ് സീക്വൻസസ് അല്ലെങ്കിൽ ഇൻട്രോൺസ് ഉണ്ടാവും. എക്സോൺസ് അപ്പിയർ ഇൻ പ്രോസസ്ഡ് mRNA. അപ്പോൾ ഒരു mRNA ഫുള്ളി ഫിനിഷ്ഡ് പ്രോസസ്സിംഗ് ആയാൽ പ്രോസസ്സിംഗ് ഫിനിഷ്ഡ് ആയ mRNAയിൽ എക്സോൺസ് ഉണ്ടാവും. പക്ഷേ ഇൻട്രോൺസ് ഡു നോട്ട് അപ്പിയർ ഇൻ പ്രോസസ്ഡ് mRNA. അപ്പോൾ കംപ്ലീറ്റ്ലി പ്രോസസ്ഡ് mRNAയിൽ ഇൻട്രോൺസ് ഉണ്ടാവില്ല, എക്സോൺസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്? എക്സോൺ എന്ന് പറയുന്നത് എക്സ്പ്രസ്ഡ് സീക്വൻസസ്, അവർ മാത്രമേ എക്സ്പ്രസ്ഡ് ആവുള്ളൂ. ഇൻട്രോൺസ് എക്സ്പ്രസ്ഡ് സീക്വൻസ് അല്ല, ഇന്റർവീനിങ് സീക്വൻസസ് ആണ്.
എക്സോണിൻ്റെ ഇടയിൽ കാണുന്ന ചില സീക്വൻസസ്. ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ജീൻ കാണിച്ചിട്ടുണ്ട്, എക്സോൺ, പിന്നെ ഇൻട്രോൺ, എക്സോൺ, ഇൻട്രോൺ. കണ്ടോ, എക്സോണുകളുടെ ഇടയിൽ വരുന്ന ചില സീക്വൻസസിനാണ് ഇൻട്രോൺ എന്ന് പറയുന്നത്. അതൊരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല, എക്സോൺ മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ഇനി ഈ ജീനിൽ നിന്ന് RNA ഉണ്ടാകുമ്പോൾ, mRNA ഉണ്ടാകുമ്പോൾ അതിൽ എക്സോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസ്, നേരത്തെ കണ്ടത് മോണോസിസ്ട്രോണിക് ആണ്, അത് യൂക്കാരിയോട്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നൗ പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസ് സീൻ ഇൻ പ്രോകാരിയോട്സ്. പ്രോകാരിയോട്സിൽ കാണും, ഇവിടെ സ്പ്ലിറ്റ് ജീൻസ് ഇല്ല. ഇതാണ് രണ്ട് തരത്തിലുള്ള സ്ട്രക്ചറൽ ജീൻസ്, മോണോസിസ്ട്രോണിക്കും പോളിസിസ്ട്രോണിക്കും. പോളിസിസ്ട്രോണിക്കിൻ്റെ റെപ്രസെൻറ്റേഷൻ ആണത്. ജീൻ 1, ജീൻ 2, ജീൻ 3 ഇടയ്ക്ക് ഒരു ഇൻട്രപ്റ്റഡ് സീക്വൻസസോ സ്പ്ലിറ്റ് ജീൻസോ ഒന്നും കാണാൻ സാധിക്കില്ല. In bacteria, synthesis of all types of RNA are catalyzed by a single RNA polymerase. പ്രോകാരിയോട്സിൽ RNA ഉണ്ടാവാൻ സഹായിക്കുന്നത്, റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് ഒരു RNA പോളിമറൈസ് മാത്രമാണ്. പ്രോകാരിയോട്സിൽ 3 സ്റ്റെപ്സിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുക: ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. ഇനീഷ്യേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് RNA പോളിമറൈസ് പ്രൊമോട്ടർ റീജിയനിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടറാണ് സിഗ്മ ഫാക്ടർ. അപ്പോൾ ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, ദ RNA പോളിമറൈസ് എൻസൈം ബൈൻഡ്സ് വിത്ത് പ്രൊമോട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് സിഗ്മ ഫാക്ടർ, അതാണ് ഇനീഷ്യേഷൻ. ദെൻ ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ജീനിൽ കൂടെ ജീന് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇലോങ്ങേഷൻ എന്ന് പറയുക. ദെൻ വാട്ട് ഈസ് ടെർമിനേഷൻ? ദ പ്രോസസ് വേർ the transcription ends, process by which transcription ends, it is called termination. Termination end ചെയ്യുമ്പോൾ RNA polymerase എന്ന് പറഞ്ഞ എൻസൈമിൽ റോ ഫാക്ടർ ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യേഷനിൽ RNA പോളിമറൈസിൽ സിഗ്മ ഫാക്ടറാണ് വരുന്നത്, ടെർമിനേഷനിൽ RNA പോളിമറൈസിൽ റോ ഫാക്ടർ ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് പ്രോകാരിയോട്സ്, ബാക്ടീരിയ പോലുള്ള ലോവർ ഓർഗാനിസംസിലുള്ള ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സ്. ഇവിടെ ഒരേ ഒരു RNA പോളിമറൈസ് എൻസൈം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഒരു ടൈപ്പ് RNA പോളിമറൈസ് എൻസൈം മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. പ്രോകാരിയോട്സ് ലൈക്ക് ബാക്ടീരിയ. In eukaryotes, next we can see what is a process of transcription or how it takes place in eukaryotes. Eukaryotes alla prokaryotes ne explain cheyam. Here RNA polymerase enzyme binds at promoter site of DNA. DNA യുടെ promoter site ൽ RNA polymerase enzyme bind ചെയ്യുന്നു. This causes local unwinding of DNA double helix. DNA double helix ആണ്, അത് ചുറ്റിപ്പിണഞ്ഞാൽ കിടക്കുന്നതെന്ന് പറഞ്ഞു, അതിനെ അൺവൈൻഡ് ചെയ്യണം. അപ്പോൾ RNA polymerase പ്രൊമോട്ടർ സൈറ്റിൽ ബൈൻഡ് ചെയ്യുമ്പോൾ DNA ഹെലിക്സ് സെപ്പറേറ്റ് ആവുന്നു, രണ്ട് ചെയിൻസും സെപ്പറേറ്റ് ആവുന്നു. An initiation factor or sigma factor present in RNA polymerase initiates RNA synthesis. നമ്മൾ കണ്ടത് തന്നെയാണ് പറയുന്നത് കേട്ടോ. സിഗ്മ ഫാക്ടർ ആണ് ഇനീഷ്യേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ഇനീഷ്യേഷൻ റോ ഫാക്ടർ ആണ് RNA പോളിമറൈസിൽ ബൈൻഡ് ചെയ്തിട്ട് RNA സിന്തസിസിന് സഹായിക്കുന്നത്. ദെൻ ഇലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ RNA ചെയിൻ 5' to 3' ഡയറക്ഷനിൽ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് ഇലോങ്ങേഷൻ എന്ന് പറയുന്നത്. അത് ഇനീഷ്യേഷനും ടെർമിനേഷനും ഇടയിലാണ് നടക്കുക. സ്ട്രക്ചറൽ ജീനിലാണ് ആക്ച്വൽ പ്രോസസ്സ് നടക്കുന്നത്. ഇൻ ദിസ് പ്രോസസ് ആക്ടിവേറ്റഡ് റൈബോന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് ആർ ആഡഡ്. റൈബോന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് എന്ന് പറഞ്ഞാൽ റൈബോ ന്യൂക്ലിയോടൈഡ് ആണ് കേട്ടോ. അവിടെ ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ആകുമ്പോൾ ന്യൂക്ലിയോടൈഡ് ആണ്. അപ്പോൾ RNA ആയതുകൊണ്ട് റൈബോ ന്യൂക്ലിയോടൈഡ്സ് ആണ് ഫോം ചെയ്യുക. ആ റൈബോ ന്യൂക്ലിയോടൈഡ്സ് പ്രോസസ്സിൽ ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ദിസ് ഇസ് കോംപ്ലിമെൻ്ററി ടു ദ ബേസ് സീക്വൻസ് ഇൻ DNA ടെംപ്ലേറ്റ്. DNAയുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ അനുസരിച്ചാണ് ഇവിടെ ന്യൂക്ലിയോടൈഡ്സ് RNAയിൽ ആഡ് ചെയ്യുക. നമ്മൾ നേരത്തെ കണ്ടു, DNAയുടെ 2 സ്ട്രാൻഡ് ഉണ്ടെങ്കിലും ഒരു സ്ട്രാൻഡ് മാത്രമേ കോപ്പി ചെയ്യപ്പെടുന്നുള്ളൂ. ആ കോപ്പി ചെയ്യപ്പെടുന്ന സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നു. ഈ ടെംപ്ലേറ്റ് സ്റ്റാൻഡ് അനുസരിച്ചാണ് RNA ഉണ്ടാവുന്നത്. അപ്പോൾ RNA ഉണ്ടാവണമെങ്കിൽ റൈബോ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്യണം അല്ലേ. റൈബോ ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്യുന്നത് DNAയുടെ ടെംപ്ലേറ്റ് സ്റ്റാൻഡിനെ അനുസരിച്ചായിരിക്കും. ദെൻ ലാസ്റ്റ് പ്രോസസ് ഇസ് ടെർമിനേഷൻ. A termination factor or rho factor binds to RNA polymerase and terminates the transcription. അപ്പോൾ റോ ഫാക്ടർ RNA പോളിമറൈസിൽ ബൈൻഡ് ചെയ്യുന്നു, എന്നിട്ട് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നു. സോ ദിസ് ആർ 3 steps of transcription in prokaryotes.
പ്രൊകാരിയോട്സിൽ ഒരു എൻസൈം, ഒരു ടൈപ്പ് എൻസൈം മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് RNA polymerase. In bacteria, transcription and translation can be coupled because രണ്ടും ഒരുമിച്ച്, ഏകദേശം ഒരുമിച്ചിന് പറയാം നമുക്ക്. കാരണം എന്താ, mRNA requires no processing to become active. ഇതൊക്കെ പ്രോകാരിയോട്സിൽ ലോവർ ഓർഗാൻസ് ആയതുകൊണ്ട് അവിടെ മെസ്സഞ്ചർ RNAക്ക് വേറെ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഉടനെ അതിൻ്റെ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കും. ഒരേ സമയത്ത് ഒരേ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും പ്രോകാരിയോട്സിൽ, ബാക്ടീരിയ പോലുള്ള പ്രോകാരിയോട്സിൽ നടക്കും. അവിടെ മെസ്സഞ്ചർ RNAക്ക് വേറെ എക്സ്ട്രാ ഒരു പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല. ഇനി നൗ വി ക്യാൻ സി യൂകാരിയോട്സ്. യൂകാരിയോട്സിൽ ഹയർ ഓർഗാനിസംസ് ആയതുകൊണ്ട് കുറച്ചും കൂടി കോംപ്ലക്സിറ്റീസ് ഉണ്ട്. ആ കോംപ്ലക്സിറ്റിയുടെ ഒന്നാണ്, പ്രോകാരിയോട്ടിൽ ഒരു ടൈപ്പ് RNA പോളിമറൈസ് ആണ് കണ്ടതെങ്കിൽ ഇവിടെ 3 RNA പോളിമറൈസസ് പ്രസൻ്റ് ആയിരിക്കും. 3 RNA പോളിമറൈസസ്. പിന്നെ കൂടാതെ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ്സ്, അതായത് മെസ്സഞ്ചർ RNA പ്രോസസ്സ് ചെയ്ത് വരുന്നതിന് മുൻപുള്ള ആ സ്റ്റേജിനെയാണ് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ ഉടനെയുള്ള സ്റ്റേജ്. അപ്പോൾ മെസ്സഞ്ചർ RNA എന്നല്ല ഇതിനെ വിളിക്കുക, HNRNA. കണ്ടെയ്ൻ എക്സോൺസ് ആൻഡ് ഇൻട്രോൺസ്. HNRNAയിൽ എക്സോൺസും ഇൻട്രോൺസും ഉണ്ടാവും. അതിൽ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് യൂകാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാകുന്നത് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ HNRNA ആണ്. ഈ HNRNAയിൽ എക്സോൺസും ഇൻട്രോൺസും ഉണ്ടാവും. എക്സോൺസിനെ മാത്രമേ എക്സ്പ്രസ് ചെയ്തുള്ളൂ, ഇൻട്രോൺസിനെ നമ്മൾ റിമൂവ് ചെയ്യണം. നമ്മളെല്ലാം ബോഡി റിമൂവ് ചെയ്യും. ഇനി ഏതൊക്കെയാണ് 3 RNA പോളിമറൈസസ്? RNA പോളിമറൈസ് 1, RNA പോളിമറൈസ് 2, RNA പോളിമറൈസ് 3. യൂകാരിയോട്സിൽ 3 ടൈപ്പ് RNA പോളിമറൈസസ് ഉണ്ട്. ഫസ്റ്റ് RNA പോളിമറൈസ് 1ന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ട്രാൻസ്ക്രൈബ്സ് റൈബോസോമൽ RNAs. RRNA എന്ന് പറഞ്ഞാൽ റൈബോസോമൽ RNAനെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. റൈബോസോമിന് 2 സബ് യൂണിറ്റ്സ് ഉണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്, ലാർജ് യൂണിറ്റും സ്മോൾ യൂണിറ്റും. അപ്പോൾ അതിൻ്റെ സബ് യൂണിറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്, 28S, 18S ആൻഡ് 5.8S. അപ്പോൾ RNA പോളിമറൈസ് 1ന്റെ ഫംഗ്ഷൻ റൈബോസോമൽ RNAനെ ഉണ്ടാക്കുക, DNA റൈബോസോമൽ RNAനെ ഉണ്ടാക്കുക. Then what is the function of RNA polymerase 2? It transcribes heterogeneous nuclear RNA. നമ്മൾ നേരത്തെ കണ്ടു, പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് HNRNA ആണ്. അതിൻ്റെ ഫുൾ ഫോം ആണ് ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA. ഈ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNAനെ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് RNA പോളിമറൈസ് 2 ആണ്. ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ആണ് പ്രീകേഴ്സർ ഓഫ് mRNA. mRNA ഉണ്ടാവുന്നതിന് മുൻപത്തെ സ്റ്റേജ് ആണ് HNRNA അല്ലെങ്കിൽ ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA. അതുണ്ടാക്കാൻ സഹായിക്കുന്ന RNA പോളിമറൈസ് 2 ആണ്. Then what is the function of RNA polymerase 3? Transcribes tRNA, transfer RNA, 5S ribosomal RNA and small nuclear RNA. അപ്പോൾ ഇത് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന RNAs ഏതൊക്കെയാണ്? ട്രാൻസ്ഫർ RNA, 5S ribosomal RNA ആൻഡ് സ്മോൾ ന്യൂക്ലിയർ RNA. അപ്പോൾ യൂകാരിയോട്സിൽ 3 RNA പോളിമറൈസസ് ഉണ്ട്. ഈ 3 RNA പോളിമറൈസിനും 3 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആണ് ഉണ്ടാവുക. ഇനി പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞു, HNRNA എന്നൊരു പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് ആണ്. അതിൽ എക്സോൺസും ഇൻട്രോൺസും ഉണ്ട്. അതിൽ എക്സോൺസ് മാത്രമേ എക്സ്പ്രസ് ചെയ്യുള്ളൂ, ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യണം. ആ ഒരു പ്രോസസ്സിങ് അവിടെ നടക്കണം. അപ്പോൾ അതിന് നടക്കുന്ന ആ പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്പ്ലൈസിങ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫ്രം HNRNA or heterogeneous nuclear RNA, introns are removed by spliceosome and exons are spliced together. ഇൻട്രോൺസിനെ റിമൂവ് ചെയ്യും, സ്പ്ലൈസിയോസോം എന്ന എൻസൈം വെച്ചിട്ട് എക്സോൺസ് ജോയിൻ ചെയ്യും. ഇടയിലുള്ള ഗ്യാപ്പൊക്കെ കളഞ്ഞ് ഇൻട്രോൺസ് റിമൂവ് ചെയ്ത എക്സോൺസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ എക്സോൺസ് എല്ലാം സ്പ്ലൈസ് ചെയ്ത് ജോയിൻ ചെയ്ത് ഇരിക്കും. ഇനി സ്പ്ലൈസിങ് കഴിഞ്ഞാൽ HNRNAയിൽ നടക്കുന്ന അടുത്ത സ്റ്റെപ്പാണ് ക്യാപ്പിംഗ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് എൻഡ് മീൻസ് 5' എൻഡാണ്. അപ്പോൾ ഹെഡ് എൻഡിൽ അല്ലെങ്കിൽ 5' എൻഡിലേക്ക് ഈ ന്യൂക്ലിയോടൈഡ് മീത്തൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യപ്പെടുന്നു. ക്യാപ്പിംഗ് എന്ന പ്രോസസ്സിൽ നടക്കുന്നത് HNRNAയുടെ 5' എൻഡ്, ദാറ്റ് ഇസ് എ ക്യാപ്പ്. ഹെഡ് എൻഡ് എന്ന് പറയുന്നത് 5' എൻഡാണ്. ആ എൻഡിലേക്ക് ഒരു ക്യാപ്പ്, അതായത് ആ ഒരു ന്യൂക്ലിയോടൈഡ് മീത്തൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യപ്പെടുന്നു. And that process is called as capping. Then third process is tailing അല്ലെങ്കിൽ polyadenylation.
ടെയിലിംഗ്. എൻഡിൽ നടക്കുന്നതുകൊണ്ട് 3' എൻഡിൽ നടക്കുന്നത് ടെയിലിംഗ് എന്ന് പറയുന്നത്. അതിനെ പോളി അഡിനിലേഷൻ എന്നും പറയാം. ഹിയർ അഡിനിലേറ്റ് റെസിഡ്യൂസ് 3' എൻഡിൽ ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. പ്രൈമറി ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്നതിന് പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറയുന്നു. ഇറ്റ് ഈസ് HNRNA ആണ്, മെസ്സഞ്ചർ RNA അല്ല. HNRNAയുടെ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് മാത്രമേ അത് മെസ്സഞ്ചർ RNA ആയി മാറുള്ളൂ. അപ്പോൾ HNRNAയിൽ 3 സ്റ്റെപ്സ് കഴിഞ്ഞാലാണ് അത് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആവുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് സ്പ്ലൈസിംഗ് ആണ്. അവിടെ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസ് സ്പ്ലൈസ് ചെയ്യപ്പെടുന്നു, ജോയിൻ ചെയ്തൊരു ഓർഡറിൽ, ഡെഫിനറ്റ് ഓർഡറിൽ ആവുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് ക്യാപ്പിംഗ് ആണ്. അവിടെ 5' എൻഡിൽ ഒരു ന്യൂക്ലിയോടൈഡ് മീഥൈൽ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആഡ് ചെയ്യപ്പെടുന്നു. തേർഡ് സ്റ്റെപ്പ് ടെയിലിംഗ് ആണ്. അവിടെ 3' എൻഡിൽ അഡെനിലേറ്റ് റെസിഡ്യൂസ് ആഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞാൽ HNRNA ഫുള്ളി പ്രോസസ്ഡ് ആവുന്നു ആൻഡ് ഇറ്റ് ബിക്കംസ് മെസ്സഞ്ചർ RNA. സോ ഇത് യൂകാരിയോട്സിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കുറച്ച് കോംപ്ലെക്സ് ആണ്. നമ്മുടെ ബോഡിയുടെ കോംപ്ലെക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് പ്രോസസ്സിൻ്റെ കോംപ്ലെക്സിറ്റിയും കൂടും. സോ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ പ്രോകാരിയോട്സിലും യൂകാരിയോട്സിലും ട്രാൻസ്ക്രിപ്ഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. രണ്ടിൻ്റെയും ഡിഫറൻസസ് കൃത്യമായി അറിഞ്ഞിരിക്കണം. എന്താണ് വ്യത്യാസങ്ങൾ, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. കോംപ്ലെക്സിറ്റി കൂടുന്നതനുസരിച്ച് ഓരോ പ്രോസസ്സിനും ഡിഫറൻസസ് ഉണ്ടാവും.